വാട്ടർ മെട്രോയിൽ യാത്ര നടത്തിയ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ. കൊച്ചിയിലെത്തിയ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ വാട്ടർ മെട്രോയിൽ യാത്ര നടത്തി. 3 മണിക്ക് ഹൈക്കോടതി ടെർമിനലിൽ എത്തിയ അദ്ദേഹം ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടുകളിൽ 1 മണിക്കൂറിലേറെ സമയം യാത്ര ചെയ്തു. കായൽ കാഴ്ചകളും സൗന്ദര്യവും ആസ്വദിച്ച സർബാനന്ദ സോനോവാൾ അതുല്യമായ യാത്രാ അനുഭവമാണ് കൊച്ചി വാട്ടർ മെട്രോയിലേത് എന്നും ജലയാത്രയ്ക്ക് ഇത്രയേറെ വ്യത്യസ്തതയും ആസ്വാദ്യതയും ആവേശവും സുഖവും പ്രദാനം ചെയ്യുന്ന മറ്റൊന്നില്ല എന്നും സന്ദർശക രജിസ്റ്ററിൽ കുറിച്ചു. വാട്ടർ മെട്രോ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുമായി ചർച്ച ചെയ്തു. ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ശ്രീനാഥ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ബി കാശി വിശ്വനാഥൻ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ, കൊച്ചി മെട്രോ ഡയറക്ടർമാരായ സഞ്ജയ് കുമാർ, ഡോക്ടർ എം പി രാംനവാസ്, വാട്ടർ മെട്രോ ചീഫ് ജനറൽ മാനേജർ ഷാജി ജനാർദ്ദനൻ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സാജൻ ജോൺ തുടങ്ങിയവരും കേന്ദ്ര ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം യാത്രയിൽ പങ്കെടുത്തു. വാട്ടർ മെട്രോ യാത്രക്കാരുടെ എണ്ണം 40 ലക്ഷം പിന്നിട്ടു. പ്രവർത്തനം തുടങ്ങി 2 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ 40 ലക്ഷം യാത്രക്കാർ എന്ന ചരിത്ര നേട്ടവും വാട്ടർ മെട്രോ സ്വന്തമാക്കി. 19 ബോട്ടുകളാണ് 5 റൂട്ടുകളിലായി സർവീസ് നടത്തുന്നത്. 10 ടെർമിനലുകളിലേക്കാണ് സർവീസ്. മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തിയായി സർവീസിന് സജ്ജമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.